ഇനിയിപ്പോൾ ഈ ഒരു മാംഗോ സീസണിൽ എത്രയൊക്കെ മാങ്ങയുടെ റെസിപ്പീസ് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞാലും ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടല്ലോ അതിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും കേട്ടോ. വീട്ടിൽ വേറെ എത്രയൊക്കെ കറി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതുണ്ടാക്കുന്ന ദിവസം ഇതിന് മാത്രമേ ഡിമാൻഡ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നാട്ടുമാങ്ങ കിട്ടിയില്ല, പകരം കിട്ടിയ മാങ്ങ വെച്ചിട്ട് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 പഴുത്ത മാങ്ങയാണ് കേട്ടോ. അത് തോലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതും അതിലേക്ക് 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ശർക്കര പൊടിയും കൂടി കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് അത്യാവശ്യമാണ്, മറക്കാതെ ഇടണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്കുള്ള അരപ്പുണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ട തൈര് വീട്ടിൽ തന്നെ ഉറയാക്കിയിട്ടുള്ളതാണ് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന തൈരിന് ഒട്ടും പുളി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ്. അപ്പോൾ ആ സമയം കൊണ്ട് മാങ്ങ നമ്മുടെ ശർക്കരപ്പാനിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഈ അരപ്പും അതുപോലെ തന്നെ ഈ കലക്കി വെച്ചിട്ടുള്ള തൈരും എല്ലാം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി അതും ആക്കി കൊടുക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകും ഉലുവയും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും മാത്രം മതി, വേറൊന്നും വേണ്ട. എന്ത് ശകലം മുളക് പൊടിയും കൂടി ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നേരെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല മണമാണ് ഇത് ഉണ്ടാക്കുമ്പം. ഈ കടുകൊക്കെ താളിച്ച് ഒഴിച്ച് കഴിയുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീണ്ടും കാണാം. ബായ്.